ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ബോട്ടണീൻ്റെ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞിട്ട് വീടെത്തിയേക്കാണ്. അപ്പോൾ എക്സാമിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതുവരെ കഴിഞ്ഞാൽ ഏറ്റവും ഈസി എക്സാം ബോട്ടണീൻ്റെ എക്സാം ആയിരുന്നു. സുവോളജിനേക്കാളും ഈസി എക്സാം ബോട്ടണീൻ്റെ എക്സാം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് മോഡലൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് നമുക്ക് 7 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. ആ 7 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടത്. ആദ്യത്തെ നമുക്ക് റൂട്ട് ഓഫ് സെമ്പോ തന്നത് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും. അപ്പോൾ എനിക്കിന്ന് കിട്ടിയത് മോണോകോട്ട് റൂട്ടാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ മോണോകോട്ട് റൂട്ട് ചെയ്ത് വരച്ച് ലേബൽ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആന്തറിന്റെ ചെയ്യാണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും, ആന്തറും വരച്ച് ലേബൽ ചെയ്ത് അവിടെ മൈക്രോസ്കോപ്പിലൊക്കെ കാണിച്ചു കൊടുക്കണം. പിന്നെ എക്സ്പെരിമെന്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഹൈഡ്രല്ലയാണ്. ഹൈഡ്രല്ലേന്റെ എക്സ്പെരിമെന്റ് ആണ് കിട്ടിയത്. അതേപോലെ എനിക്ക് അഗാരിക്കസ്, മെറ്റാഫേസ്, വാണ്ട, അതായത് കമൻസാലിസം, ഇതൊക്കെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എഴുതാനുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ എക്സാമിന് കിട്ടിയത്. അപ്പോൾ ഓവറോൾ ചെയ്തപ്പോൾ ഈസി ആയിരുന്നു. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കാണാണ്ടിരിക്കുന്നു. ഞാൻ മോഡലിനൊക്കെ ചെയ്തപ്പോൾ 2 വട്ടമൊക്കെ ചെയ്തിട്ടാണ് മര്യാദയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈമിന് എനിക്ക് റെഡി ആയത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ക്ലാസ്സിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ചെയ്തപ്പോൾ റെഡി ആയിട്ട് തന്നെയാണ് കിട്ടിയത്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, മിക്കവരും എഴുതിയിട്ടുണ്ട്. എനിക്ക് സുവോളജിനേക്കാളും നല്ല ഈസി എക്സാം ആയിട്ടാണ് ഈ ബോട്ടണിയുടെ എക്സാം തോന്നിയത്. പിന്നെ വൈവേനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ നല്ല ഈസി വൈവയാണ് ചോദിച്ചത്. അതായത് ഹൈഡ്രൽ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 2-3 ക്വസ്റ്റ്യൻസ് ആണ് വൈവയായിട്ട് എനിക്ക് ചോദിച്ചത്. ചിലവരുടെ അടുത്ത് പേപ്പർ ക്രോമറ്റോഗ്രഫീനെ പറ്റിയൊക്കെ ചോദിക്കണ്ടായിരുന്നു. പിന്നെ ഇൻവിജിലേറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാവർ ടീച്ചറായിരുന്നു. വലിയ സ്ട്രിക്റ്റ് അല്ല, എന്നാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു ടീച്ചറായിരുന്നു എന്ന് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എക്സാമിനെ പറ്റി നല്ല ഈസി എക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് സന്തോഷപൂർവ്വം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോയ്ക്ക് ലാസ്റ്റ് ഇട്ട 3 വീഡിയോയ്ക്കും ചെറിയ രീതിക്കുള്ളൊരു റീച്ചൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, ലൈക്ക് ചെയ്ത എല്ലായിടത്തും ഞാൻ വളരെയേറെ നന്ദി പറയാണ്. അപ്പോൾ ഈ ചാനലിൽ കൂടുതൽ ഇനി എന്തൊക്കെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അധികം അറിയില്ല. എന്താ സ്റ്റഡി വ്ളോഗാണോ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ശരി, ബൈ.